അതെ. DP11 നിങ്ങൾ വായിച്ചില്ല ക്വസ്റ്റ്യൻ? എന്തൊക്കെയാണ് പറഞ്ഞു? ഡയറക്റ്റ് വേജസ് 80,000 തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ 1,20,000 തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ഫിക്സ്ഡും വാരിയബിളും സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ഇൻഫർമേഷൻ ആക്ച്വലാണ്, വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്യാം. ഇത്രയും എന്താണ് ആക്ച്വൽ എഴുതിയാം. ഇനി ഡ്യൂറിങ് ദ ഫോർത്ത് കമ്മിങ് ഇയർ അഥവാ അടുത്ത വരുന്ന വർഷത്തിൽ പോയിന്റ് നമ്പർ എ എന്താ പറയുന്നത്? ആവറേജ് റേറ്റ് ഓഫ് ഡയറക്റ്റ് ലേബർ റെമ്യൂണറേഷൻ വിൽ ഫോൾ ഫ്രം എത്രയാ? 0.80 നിന്ന് പെർ ഹവർ. ഒരു മണിക്കൂറിന് എത്ര രൂപ മേടിച്ചിരുന്നു? 80 പൈസ മേടിച്ചിരുന്നവർ അത് കുറഞ്ഞ് എത്രയിലേക്കാവും? 0.75 പെർ ഹവറായി. അപ്പോൾ നമ്മുടെ ലേബർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പറയും, കുറയും. അപ്പോൾ ഞാൻ അതിനൊരു കാൽക്കുലേഷൻ പറഞ്ഞു തരട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ 1000 മണിക്കൂറാണ് വർക്ക് ചെയ്തതെന്ന് വിചാരിക്കാം. എത്രയാണ്? 1000 ഹവേഴ്സ്. അപ്പോൾ ഇവിടെ എത്ര വരും നമുക്ക്? ഈ ബിഫോറും ആഫ്റ്ററും കേട്ടോ. ഇത് ബിഫോർ മുൻപേ, പിന്നെ അതേതാണ് ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. അപ്പോൾ 1000 മണിക്കൂറിനാണെങ്കിൽ 1000 × 0.80 എത്ര വരും? എത്ര? 800. ഓക്കെ അല്ലേ? ഇപ്പോൾ ആഫ്റ്ററോ 1000 × 0.75 എത്ര വരും? 750. കുറഞ്ഞില്ലേ? അല്ലേ? അപ്പം ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറഞ്ഞത് വേറൊരു വെറൈറ്റി. ക്വസ്റ്റ്യനിൽ പറയുന്നത് 800 രൂപയാണ് വേജ് എന്ന് തന്നു. എന്നിട്ട് അവർ പറഞ്ഞു എന്ത്? 0.80 ഉള്ളത് എത്രയായി കുറഞ്ഞു? 0.75 ആയി കുറഞ്ഞു പെർ അവർ കേട്ടോ. ഓക്കെ, വേറെ ഒന്നും തന്നില്ല. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തും? ഈ 750 കണ്ടെത്താനൊരു ട്രിക്ക് പറയട്ടെ. ചായ മാറ്റാം അല്ലേ? ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എങ്ങനെ അറിയോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തെങ്കിലും 800 ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്? 0.80 അല്ലേ? ഡിവൈഡഡ് ബൈ 0.80 × 0.75 എത്ര വരും? ചെയ്ത് നോക്കൂ. 750 വരുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് ഇങ്ങനെ തരുമോ ഇത്ര യൂണിറ്റ് എന്നൊക്കെ? ഇല്ല. അപ്പോൾ നമ്മൾ ട്രിക്കിയായിട്ട് ഇങ്ങനെ കണ്ടത്. കംഫർട്ട് അല്ലേ? അല്ലേ? യെസ്, അത് മനസ്സിലുണ്ടല്ലോ. ഇവിടെ ഏത് സിറ്റുവേഷനാണ്? അപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോലെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരിക? ഡീല് ചെയ്യേണ്ടി വരിക. അത്രേ ഉള്ളൂ. നമുക്കത് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ്സ് ഓൾ. തിരിച്ചു വരാം. അപ്പോൾ അതാണ് ഒരു ട്രിക്ക്. അടുത്തേതാ? പ്രൊഡക്ഷൻ എഫിഷ്യൻസി വിൽ ബി റിഡ്യൂസ്ഡ് ബൈ 5%. നമ്മൾ ഓൾറെഡി പറഞ്ഞ സിറ്റുവേഷനാണ് ഞാൻ ഇനി കാണിച്ചുതരാം എഴുതുമ്പോൾ. അടുത്ത് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് അതർ മെറ്റീരിയൽ ആൻഡ് സർവീസ് വിച്ച് കമ്പനി ഓവർഹെഡ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അതോ പ്രൈസ് മെറ്റീരിയലിൻ്റെ പ്രൈസൊന്നും എന്ത് ചെയ്യുന്നില്ല, ഓവർഹെഡ് ഒന്നും മാറ്റമില്ലെന്നാണ് പറഞ്ഞത്. അതങ്ങനെ സെപ്പറേറ്റ് പറയണോ? വേണ്ട. ഓക്കെ അല്ലേ? യെസ്. അടുത്തതേതാ? പ്രൊഡക്ഷൻ അടുത്ത വർഷം എത്ര ശതമാനം കൂടി? 33.33. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കറണ്ട് ഇയറിൽ എത്രയാണെന്ന് വിചാരിച്ചോളൂ? 100. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എത്രയായി? 133.33 ആവും. എടാ 100 യൂണിറ്റ് 100 ചെയറാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം എത്രയായി മാറും? 133.33 ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെല്ലാ സാധനത്തെയും 100ൽ നിന്ന് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? 133.33 കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസിയിൽ എന്ത് ചെയ്യാം? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യട്ടെ. എന്താ ബഡ്ജറ്റിൻ്റെ പേര്? അടിയിൽ എന്താ എഴുതിയുള്ളത്? ഡ്രോ എ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഹെഡിങ് എന്താ? പ്രൊഡക്ഷൻ പറയൂ കോസ്റ്റ് ബഡ്ജറ്റ്. സിമ്പിളാട്ടാ. ഇത് നിങ്ങൾക്ക് ഇനി വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി, അത്രേ ഉണ്ടാവുള്ളൂ. എളുപ്പം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഏതാ? ഡയറക്റ്റ് വേജ്. ഇവിടെ ആദ്യം അത് തന്നുകൊണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് ലേബർ എഴുതണമെങ്കിൽ, മെറ്റീരിയൽ എഴുതണമെങ്കിൽ എഴുതിക്കോ. വേജസ് തന്നെയാണിത്, ലേബർ. അപ്പോൾ എങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം? 80,000. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എത്ര യൂണിറ്റിനാണ്? യൂണിറ്റ് അറിയില്ല, പക്ഷേ 133 പോയിൻ്റ് എത്രയാണ്? 33 ആണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ് ആണെങ്കിൽ എത്രയാവും? 1000ൻ്റെ 333.3 കൂടും. അപ്പോൾ എത്ര? 1333.33 ആവും. മനസ്സിലായില്ലേ? ഇനി 10,000 യൂണിറ്റ് ആണെങ്കിൽ എത്രയാവും? 13,333 ആവും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഏതാ അസ്യൂം ചെയ്യാൻ ഏറ്റവും എളുപ്പം? ഇതല്ലേ? ഈ കോംബോ എടുത്താൽ പോരെ? ഓക്കെ, എല്ലായിടത്തും വർക്കാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 80,000 100 യൂണിറ്റിനല്ലേ?
അപ്പോൾ 133.333 എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്ത് പറയും. ഒരു എമൗണ്ട് കിട്ടില്ലേ? മതി. എത്ര ചെയ്താൽ മതിയാ? ഇത്ര ചെയ്താൽ മതിയാ? ഇതിപ്പോൾ യൂണിറ്റിലെ മാറ്റത്തെ അല്ലേ നമ്മൾ പറഞ്ഞില്ലേ? ഇതേപോലെ ഇനി എന്തൊക്കെ മാറ്റമുണ്ട് വേജസിൽ? വായിക്ക്. റേറ്റ് മാറ്റല്ലേ? അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ടിനെ ഇൻറ്റു, നോക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നാണ്, ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവിടെ 0.80 ഇൻറ്റു 0.75 ചെയ്തില്ലേ മക്കളെ? ഈ കാൽക്കുലേഷൻ ഇങ്ങനെയും ചെയ്തൂടെ? 800 ഇൻറ്റു 0.75 ഡിവൈഡഡ് ബൈ 0.80. രണ്ടും സെയിം അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഈ കാൽക്കുലേറ്ററിൽ ഇത് ചെയ്താലും ഒരേ ആൻസറിൽ കിട്ടുക. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ചെയ്തിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവാം? ഇൻറ്റു 0.75 ഡിവൈഡഡ് ബൈ ഏതാണ്? 0.80. ഓക്കെ അല്ലേ? ഇനി നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ആ റേഞ്ചൊക്കെ മാറിയില്ലേ? ദെൻ അടുത്ത ഏതാണ്? ഇനി എന്താ ഉണ്ടായുള്ളത്? പ്രൊഡക്ഷൻ എഫിഷ്യൻസി റിഡ്യൂസ്ഡ് ബൈ ഏതാ? 5%. റിഡ്യൂസ് ചെയ്താൽ 100 എത്ര കുറയണം? 100 കുറയണം? 5 കുറയണം. അപ്പം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്ര വരിക? 95. ഓർക്കണ്ട, ഇക്വേഷൻ എന്തായിരുന്നു? വേജ് ഡിവൈഡഡ് ബൈ പറയടാ 100 മൈനസ് ഡിക്രീസ് ഇൻ എഫിഷ്യൻസി ഇൻറ്റു ഏതാണ്? 100. അതന്നെയല്ലേ ഇത്? ഓക്കെ. എത്ര വരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ്? 1,05,260. ഓക്കെ, 60. ക്ലിയർ അല്ലേ? അതിലൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഉണ്ട്? 33.333 ഉണ്ട്. ഓക്കെ അല്ലേ? എത്ര 3 എവിടെ തന്നുള്ളത്? 2 3 തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്ര മതി. ഓക്കെ അല്ലേ? അവർ ക്വസ്റ്റ്യനിൽ തന്നെ എത്ര തന്നിട്ടുണ്ട്? 33.33 മതി. ഇനി 33.3333 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി എടുത്താൽ നന്നായി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കാണ്. അപ്പോൾ അത് വെച്ച് ചെയ്താൽ മതി. അടുത്ത ഏതാണ്? അടുത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു? 1,20,000. എത്ര യൂണിറ്റിനാണ് 1,20,000? 100 യൂണിറ്റ്. ഇപ്പോൾ യൂണിറ്റ് എത്രയുണ്ട്? 133.33. ഈ മെറ്റീരിയലിൻ്റെ പ്രൈസിൽ കൂടുകയോ കുറയുകയോ ഒന്നുമില്ല എന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പറയണ വേണ്ട. അപ്പോൾ എത്ര വരും ചെയ്താൽ? 1,60,59. എത്ര വരുന്നത്? 99. അപ്പോൾ 60 ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. 996. എന്നാൽ അങ്ങനെ എഴുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 1,60,000 ആക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിൻ്റെ സംഭവം എന്താ മനസ്സിലായി നിങ്ങൾക്ക്? 33.33 വരില്ല. ഇവിടെ നിന്ന് 333 കുറച്ചുണ്ടാവും. നിങ്ങളൊരു പണി നോക്ക്. 1,20,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 133.33333. ഒരു 4 3 എടുത്ത് നോക്ക്. കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്ന? എടുത്ത് നോക്ക്, ചെയ്ത് നോക്കിയാ എത്ര? 1,59,000 അടുത്ത് വന്നില്ലേ? അപ്പോൾ 1,60,000 ആയിക്കൂടെ? ഓക്കെ. അടുത്തേതാ? ഒരെണ്ണൂടെ ഉള്ളൂ. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. അതിൽ ഏതുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? വാരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് എത്ര എഴുതാം? 40,000 എഴുതാം. വാരിയബിൾ കോസ്റ്റ് 60,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 133.33 എഴുതാം. എത്ര വരും? 8,000. ഓക്കെ അല്ലേ? $8,000. 79 സംതിങ് ആണ്. അപ്പോൾ റൗണ്ട് ചെയ്ത് നേരത്തെ പോലെ 80 ആക്കാൻ പറ്റില്ലേ? 80 ആയിക്കൂടെ? ഓക്കെ. ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും പറ? കഴിഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര? 60. ഓക്കെ, സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. ശരിയല്ലേ? ഇതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ദാറ്റ്സ് ഓൾ.